ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടിയിട്ട് രാധ കുറച്ച് പണമൊക്കെ എടുത്തിട്ട് വക്കീലിൻ്റെ അടുത്ത് വന്നിട്ട് വക്കീലിനെ കാണുന്നുണ്ട്. അപ്പോൾ വക്കീൽ രാത്രി തന്നെ വിളിച്ച് പറയുന്നുണ്ട് നാളെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യത്തിലെടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയല്ല, രാധയാണ് വിക്രത്തിനെ ജാമ്യത്തിലെടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ വിക്രം വരുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്തതിന് ശേഷം വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് മാത്രം കാര്യമല്ല, വിക്രം കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വേദ നടക്കുന്നത്. പക്ഷേ ഇത് വിക്രം തെറ്റിദ്ധരിക്കുകയാണ്. കാരണം തന്നെ ഇങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ട് കൊണ്ടുപോയതുകൊണ്ട് വേദ അത് വിശ്വസിക്കുകയും അതുപോലെ തന്നെ വേദ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചില്ലല്ലോ, വിക്രത്തിന് വേണ്ടി ജാമ്യത്തിന് ശ്രമിക്കാത്തത് കൊണ്ട് വിക്രം വേദനെ തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ. വേദനോട് പറയുന്നുണ്ട്, എനിക്ക് ഇന്ന് ജാമ്യം കിട്ടില്ല എന്ന് നീ വിചാരിച്ചല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല നിൻ്റെ വീട്ടുകാർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നീ എനിക്ക് വേണ്ടി ജാമ്യത്തിൽ വേണ്ടി അപേക്ഷിക്കാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വർത്തമാനങ്ങളൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഏതായാലും വേദ അതൊന്നും കാര്യമാക്കുന്നില്ല. വേദ ജാമ്യം കിട്ടിയാലും വിക്രം തെറ്റുകാരനല്ലെന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് രമ്യനെ അന്വേഷിച്ച് പോകാൻ കേട്ടോ. അത് രമ്യനെ അന്വേഷിച്ച് രമ്യ ആ ഒരു ജോലി സ്ഥലത്ത് അങ്ങനെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു കമ്പനിയിൽ രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളില്ല. അപ്പോൾ അതുപോലെ തന്നെ കറണ്ട് പോയത് രമ്യയുടെ വീട്ടിൽ മാത്രമാണ് കറണ്ട് പോയത്. ആ സമയത്ത് തങ്ങളുടെ വീട്ടിലൊന്നും കറണ്ട് പോയിട്ടില്ല. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം മേലുദ്യോഗസ്ഥന്മാർക്ക് കൊണ്ടുകൊടുക്കുകയാണ് ഈ രമ്യ പറഞ്ഞതും അതുപോലെ തന്നെ വിനായകൻ പറഞ്ഞതും എല്ലാവരും പറഞ്ഞതും വിക്രത്തിനെതിരായിട്ട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തെറ്റാണെന്നുള്ള കാര്യം തെളിവ് സഹിതം മേലുദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ട് വിക്രം കുറ്റക്കാരനല്ല എന്നുള്ളൊരു തെളിവ് കൊണ്ടുവരികയാണ് കേട്ടോ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും വിക്രമല്ല വേദ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ വിക്രവും വേദയും കൂടി പോയിട്ട് ആ ഒരു ഗുണ്ടകളൊക്കെ അടിച്ച് ശരിയാക്കുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ഇനി വരാനുള്ള എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.